സ്റ്റഡീസിന്റെ പ്രഷർ തന്നെയാണ്. സ്റ്റഡീസ് കോളേജിന്റെ സൈഡിൽ നിന്ന് പ്രഷർ വരും, ടീച്ചേഴ്സിൻ്റെത് വരും. ആൻഡ് ദെൻ ഒരു വീക്കിൽ ഇങ്ങനെ ക്ലാസ് ടീച്ചറിൻ്റെ കൂടെ ഒരു സെഷൻ, ജസ്റ്റ് 1 hour അങ്ങനെ സെഷൻ ഉള്ളൂ. പക്ഷെങ്കിൽ അതിൽ ഫുള്ള് വി ക്യാൻ ടോക്ക് ടു ഹെർ, എന്തിനെ പറ്റി സംസാരിക്കുക. ഇറ്റ് ഈസ് ഓൾവേസ് കാലറീസ് ആണ്. സ്ലിം ആൻഡ് ലുക്കിംഗ് ഗുഡ്. സ്ലിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്സ് ഗുഡ് എന്നാണ് ഇപ്പൊ എല്ലാവർക്കും. സ്റ്റുഡൻസിനിടയിലെ സൂയിസൈഡ് റേറ്റ്സ് അലാമിംഗ്ലി ഹൈ ആകുന്നു എന്നുള്ള റിപ്പോർട്ട്സ് നമ്മളിപ്പോൾ അടുത്തിടെയായിട്ട് ഒരുപാട് കാണുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു സ്റ്റുഡന്റിന്റെ പെർസ്പെക്റ്റീവ് തന്നെ അതിന്റെ ഒരു സ്ട്രെസ്സേഴ്സ് എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന സ്ട്രെസ്സേഴ്സ് എന്ന് അറിയാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതല്ലേ. അതിനാണ് ഇന്ന് നമ്മുടെ കൂടെ ജസ ഉള്ളത്. ജസ, ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹൈ, മൈ നെയിം ഇസ് ജസ. ഞാൻ സെക്കൻഡ് ഇയർ മീഡിയ സ്റ്റഡീസ് ചെയ്യുന്നു സെന്റ് തെരേസസ് കോളേജിൽ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ജസയുടെ ലൈഫ് ആണെങ്കിലോ അല്ലെങ്കിൽ യു ആർ ഇന്ററാക്ടിങ് വിത്ത് എ ലോട്ട് ഓഫ് പിയേഴ്സ്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ ലൈഫിൽ നിന്നുള്ള ഇൻസിഡൻസ് ആണെങ്കിലും എന്താണ് ശരിക്കും നിങ്ങൾ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്? ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന്റെ സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്യുന്ന പണ്ടത്തെക്കാളും ഒരുപാട് റേറ്റ് ഹൈ ആണ് ഇപ്പോൾ. അപ്പൊ ആ ഒരു ചേഞ്ച് എന്തുകൊണ്ടായിരിക്കാം? വാട്ട് ആർ ദ റിയൽ ഇഷ്യൂസ് ദാറ്റ് യു ആർ ഫേസിങ്? Okay. First of all, main reason I would say സ്റ്റഡീസിന്റെ പ്രഷർ തന്നെയാണ്. സ്റ്റഡീസ് കോളേജിന്റെ സൈഡിൽ നിന്ന് പ്രഷർ വരും, ടീച്ചേഴ്സിൻ്റെത് വരും. ആൻഡ് ദെൻ വീട്ടിൽ നിന്നായാലും ഓൾവേസ് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. അവർ ഡയറക്റ്റ്ലി ഞങ്ങൾ പുഷ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ദർ ഇസ് ഓൾവേസ് ദിസ് എക്സ്പെക്ടേഷൻ ദാറ്റ് പഠിക്കണം വല്ല കാരണം കോളേജിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻ ദൈവ് ഓൾറെഡി ഡിസൈഡഡ്. ഏത് കോളേജിൽ കയറണം, എത്ര സ്കോർ വേണമെന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പം ആ ഒരു ഗോളിലേക്ക് എത്തുന്നില്ല, ഇങ്ങനെ ഒരു സ്ലോ ആയി പോകുമ്പം ആ ഒരു പ്രഷർ ഇങ്ങനെ ബിൽഡപ്പ് ആയി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ടൈമിൽ ഇപ്പൊ പേരൻസ് അത് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ മേലുള്ളൊരു പ്രഷർ തന്നെയാണല്ലോ അല്ലേ, അവർക്ക് നല്ലത് വരണം, നമ്മളെ പഠിക്കാൻ വിട്ടു, ഈ ഒരു ഇതിലേക്ക് വിട്ടു, ഐ ഹാവ് ടു മേക്ക് ദം പ്രൗഡ്. അതന്നെ, ആ ഒരു ഡ്യൂട്ടി ഞങ്ങളൊരു ഡ്യൂട്ടി പോലെ ആയിട്ടാണല്ലോ കൺസിഡർ ചെയ്യുക. അവർ ഇത്രക്കും ഫീസ് കൊടുത്തിട്ട് ഞങ്ങളെ പഠിക്കാൻ നോക്കുന്നതാണ്. അപ്പം ഇറ്റ് ഇസ് ലൈക്ക് ഒരു ഡ്യൂട്ടി പോലെ തന്നെയാണ്, സ്റ്റഡീസ് ഡ്യൂട്ടി പോലെ തന്നെ പോവാണ്. അതെ, എന്റെ കുട്ടിക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ പേരൻസ് ഒരിക്കലും ഒരു രീതിയിലും പഠിക്കാനായിട്ട് പ്രഷറൈസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് എന്റെ തന്നെ ഒരു പ്രഷറായിട്ട് ഞാൻ തന്നെ എടുത്തൊരു സംഗതിയായിരുന്നു. അവിടെ ഒരു പിയർ പ്രഷറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നില്ല ഈ ഒരു ഫാക്ടറിന്. അതും വരും. ആസ് ഇൻ കോളേജിന്റെ ഒരു ഇതിൽ മേ ബി ക്ലാസ്സിന്റെ ദേ ആർ ഓൾ ഹാവിങ് ഫൺ. കോളേജിൽ ആ ഒരു സ്റ്റഡീസിന്റെ ഒരു ഇത് വരുന്നില്ലെങ്കിൽ അപ്പം ക്ലാസ്സിൽ നിന്ന് എവറിഥിങ് ഫൺ ഇതായിട്ട് പോകുമായിരുന്നു. പക്ഷെ എക്സാമിന്റെ ടൈമിൽ നമ്മുടെ പിയേഴ്സിനെക്കാളും നല്ല മാർക്ക് നമുക്ക് വേണം. അത് തന്നെ, എക്സാമിന്റെ ടൈമിലേക്ക് ലൈക്ക് എല്ലാരും പഠിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു ഇതിൽ വന്നെങ്കിലും ദർ ഇസ് ഓൾവേസ് ഒരു മാർക്കിന്റെ വരുമ്പം പഠിക്കുന്നുണ്ട്, ഞാൻ മാത്രം ഇങ്ങനെ ഒന്നും ഇതാവുന്നില്ല എന്നുള്ളൊരു. അതെ, ഡെഫിനറ്റ്ലി. പിയർ പ്രഷർ ആണെങ്കിലും നമുക്ക് പറയാതെ കിട്ടുന്ന പേരന്റൽ പ്രഷർ ആണെങ്കിലും ഒക്കെ ഇതിന് വലിയൊരു റോളാണ്. ആൻഡ് ഇൻ അഡിഷൻ പേരൻസിന്റെ സൈഡിൽ നിന്നും കൂടെ ആ ഒരു പ്രഷർ വന്നു കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ചെയ്യൂല. ഇതിപ്പം പേരൻസ് പറയാണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ അപ്പം പേരൻസിന്റെയും കൂടെ പ്രഷർ വന്നാല് ഹാൻഡിൽ ചെയ്യാണ്ട് തന്നെ പറ്റാണ്ട് തന്നെ ആയിപ്പോ. എനിക്ക് തോന്നുന്നു ഈ ഫാമിലീസിലും ഇങ്ങനെ കാണലില്ലേ, അതായത് ഇന്ന ആളുടെ മകനെക്കാളും കൂടുതൽ വേണം എന്നുള്ളൊരു. അത് സിബ്ലിങ്സിന്റെ ഇതിൽ തന്നെയാണ്. ഫസ്റ്റ് സിസ്റ്റർ കുറച്ച് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ, എൻ്റെ ഇതില് സിസ്റ്ററിന് നല്ല മാർക്കായിരുന്നു, പക്ഷെ എന്റെ പേരൻസിന് അത്ര ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. മാർക്ക് ഭയങ്കര വേണമെന്നൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് എന്റെ കോളേജിൽ എനിക്ക് കോഴ്സിന് വേണ്ടത്ര ഒരു മാർക്ക്. പക്ഷെ ഇറ്റ് ഇസ് ഓൾവേസ് നോട്ട് ലൈക്ക് ദാറ്റ്. വലിയ സിസ്റ്ററിന് ഇത്ര മാർക്ക് കിട്ടിയില്ലേ, നീ എന്തൊന്നും പഠിക്കാത്തതെന്ന് എനിക്ക് നമുക്കും ഒക്കെ ആയിരിക്കും, നമ്മുടെ പേരൻസിനും ഒക്കെ ആയിരിക്കും, പക്ഷെ വേറെ ആൾക്കാർ പറയില്ല. അടുത്ത് പിന്നെ വേറെ എന്തൊക്കെയാണ്? അപ്പൊ ഒന്ന് ഈ പലയിടത്തും വരുന്ന എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്, അതല്ലാതെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ലൈഫ് ബാലൻസിങ് ആണ്. ആസ് ഇൻ ഇപ്പം കോളേജിന്റെ ടൈമില് സ്റ്റഡീസ് ഉണ്ടാവും, അതിന്റെ കൂടെ വരുന്ന പ്രൊജക്ട്സ് അതൊക്കെ ഉണ്ടാവും. ആൻഡ് ദെൻ ദർ ആർ പീപ്പിൾ ലൈക്ക് വേറെ ചെറിയ വർക്കിന് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ അതും പിന്നെ ഫാമിലിക്കുള്ള ഒരു ടൈമും വെക്കണം. എല്ലാം കൂടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പുറത്തു പോവുകയും ചെയ്യണം. അപ്പൊ എല്ലാം കൂടെ ആയിട്ട് ബാലൻസ് ചെയ്യുമ്പം ഒരു ബാലൻസ് കിട്ടൂല എത്ര ആയാലും. അതിനിപ്പോ ഒരു സോഷ്യൽ മീഡിയന്റെ ഇതും കൂടി ആയതുകൊണ്ട് എന്റെ ഒരു ഇത് നോക്കിയാല് ഞാൻ ടൈം കിട്ടുമ്പോൾ ഐ വിൽ ബി ഓൺ സോഷ്യൽ മീഡിയ. വെറുതെ ലൈക്ക് ഒരു ഇതും ഇല്ലെങ്കിലും വെറുതെ റീൽസ് കണ്ടിരിക്കുകയോ എന്ത് ഇതാക്കണെയാണെങ്കിലും. അപ്പം എത്ര ടൈം സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യുന്നു നമ്മൾ അറിയാതെ പോകുന്നുണ്ട്, ശ്രദ്ധിക്കുകയില്ല. ആസ് ഇൻ ഇപ്പം ഐ വിൽ ബി തിങ്കിങ് കുറച്ച് ടൈമേ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ പിന്നെ ഇപ്പം സ്ക്രീൻ ടൈം എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. എക്സാമിനോട് അടുക്കുമ്പോൾ സ്ട്രെസ് കൂടും, കാര്യം അതൊക്കെ അത് തന്നെ നേരത്തെ തീർക്കൂല. അത് കോളേജിലൊരു മെയിൻ ഇതാണ്, ഡെയിലി അത് സ്കൂളിൽ പണ്ടുള്ളതല്ലേ, സ്കൂളിൽ ഞാൻ പഠിക്കാറില്ല. സ്കൂളിൽ അങ്ങനെ ഡെയിലി പോർഷൻസ് അങ്ങനെ പഠിച്ചു പോകുന്ന പോലെ അല്ലല്ലോ കോളേജിൽ. അപ്പൊ ലാസ്റ്റ് ആവുമ്പം പോർഷൻസ് അവർ എടുത്ത് തീരാത്ത പ്രശ്നമായാലും പിന്നെ പോർഷൻസിലുള്ള കൺഫ്യൂഷൻ, പഠിക്കാത്തതിന്റെ ഉള്ള പ്രശ്നം എല്ലാം കൂടി ആയിട്ട് ലാസ്റ്റ് ഭയങ്കര ഹെക്ടിക് തന്നെയാവും.
എനിക്ക് തോന്നുന്നു ഈ ഒരു ഔട്ട് ഓഫ് സ്കെഡ്യൂൾ പോകുന്ന, അതായത് പ്രോപ്പർലി ഓർഗനൈസ്ഡ് അല്ലാതെ പോകുന്ന ആ ഒരു കോളേജ് ലൈഫ് തന്നെ ഇപ്പൊ ഞാൻ ക്രിങ്ക് റൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഫ്രഷർ ആയിട്ട് വരുന്ന ഒരാൾക്ക് ആക്ച്വലി വേണ്ടുന്ന ഒരു ട്രെയിനിങ് ഇനിഷ്യലി വേണ്ടുന്ന ഒരു ട്രെയിനിങ്ങിന്റെ ഒരു പാർട്ടാണ് ഹൗ ടു ഗെറ്റ് ഓർഗനൈസ്ഡ് ആൻഡ് ഹൗ ടു സ്കെഡ്യൂൾ വർക്ക്സ് എന്നുള്ളത് അല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് എന്താ ജെസിക്ക് തോന്നുന്നത്, എന്തായിരിക്കും അവിടെ ഒരു ഹെൽപ്ഫുൾ ആവുക? ഇപ്പോ ഓർഗനൈസ്ഡ് ആവാൻ ഇപ്പൊ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള അതിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടാണോ, അതോ പേരൻസിന്റെ ഒരു ഇന്റർവെൻഷൻ ആണോ? ആക്ച്വലി ഇപ്പം ക്ലാസ് ചില കുറെ ഒക്കെ സബ്ജക്ട്സിൽ അവർ പറയും നോട്ട്സ് നമ്മൾ ലെക്ചർ നോട്ട്സ് എടുക്കാൻ പോകുമ്പോൾ അതിന്റെ ആവശ്യമില്ല, നോട്ട്സ് തരും എന്ന് തന്നെ പറയും. അപ്പം ആദ്യം അങ്ങനത്തെ ഒരു ഇതിൽ അപ്പൊ നമ്മൾ വെറുതെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കൂലല്ലോ, ക്ലാസ്സിൽ കേൾക്കുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും അതങ്ങനെ രജിസ്റ്റർ ആവണമെന്നില്ല. എന്നിട്ട് പിന്നെ നോട്ട്സ് തരാ എക്സാമിന്റെ ഒരു ദിവസം മുമ്പ്. നമുക്ക് ലാസ്റ്റ് ടൈം അങ്ങനെ തന്നെയായിരുന്നു. എക്സാമിന്റെ ഐ തിങ്ക് അതിന്റെ മുമ്പത്തെ ദിവസം രാവിലെ നോട്ട്സ് അയച്ചു തന്നു. കുറെ ദിവസമായിട്ട് ചോദിക്കുന്നതായിരുന്നു, അന്നേരം കിട്ടിയത്. അപ്പം ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആ ഒരു ടൈം അത്രക്കും പോകുന്നതാണ്. ദെൻ നോട്ട്സ് കിട്ടി കഴിഞ്ഞാൽ വിൽ ബി തിങ്കിങ് ഓ ഇത് നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുമായിരുന്നു, അത് നേരത്തെ തീർക്കാൻ പറ്റുമായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് എന്തായാലും അത് പറ്റില്ല. അതിൻ അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഇത്രക്കും ഒരു കുറെ നോട്ട്സ് കാണുമ്പോൾ അതും കുറച്ച് നോട്ട്സ് അല്ലല്ലോ തരാം, ഒരു കുറേ ഇത് തയ്യിട്ട് തരുമ്പോൾ എത്ര ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അത് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പം ഐ കുഡ് ഹാവ് ഡൺ സോ മച്ച് ബെറ്റർ എന്നുള്ള ഒരു ഇതും കൂടെ വരും, അവർ വെയിറ്റും കൂടെ. ഇപ്പം സ്കെഡ്യൂളിംഗ് ചില ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ലൈക്ക് ദേ ജസ്റ്റ് വാണ്ട് ടു ഫിനിഷ് ദെയർ പോർഷൻ. അവരൊരു പാർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അവര് ആദ്യം ഒന്നും ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാം റഷ് ചെയ്ത് ക്ലാസ് എടുത്തിട്ട് ദേ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ഓവർ, അത് തീർത്താൽ മതി. ടീച്ചേഴ്സ് അങ്ങനത്തെ ഒരു റോള് വേണം. ആസ് ഇൻ ഒരു ഓവറോൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി കോളേജസിലൊക്കെ. നമുക്ക് തന്നെ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ ആണെന്നാ പറയുന്നെങ്കിലും ഇങ്ങനെ ഓൾട്ടർനേറ്റ് വീക്കെൻഡ് പോലെയാണ്, ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. ഒരു വീക്കിൽ ഇങ്ങനെ ക്ലാസ് ടീച്ചറിൻ്റെ കൂടെ ഒരു സെഷൻ, ജസ്റ്റ് 1 hour അങ്ങനെ സെഷൻ ഉള്ളൂ. പക്ഷെങ്കിൽ അതിൽ ഫുള്ള് വി ക്യാൻ ടോക്ക് ടു ഹെർ, എന്തിനെ പറ്റി സംസാരിക്കുക. എന്നാൽ അതിന്റെ കൂടെ തന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ അത് ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിന്റെ ഓരോ ടെസ്റ്റോ അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഓൾവേസ് ഇപ്പൊ അങ്ങനത്തെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഇതാണ്, മെന്റൽ ഹെൽത്ത് ഭയങ്കര പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഇപ്പം വരുന്നുണ്ട്. പക്ഷെ ദാറ്റ് ഷുഡ് ബി മര്യാദക്ക് ഇംപ്ലിമെന്റഡ്. ആക്ച്വലി ഐ ഫീൽ ലൈക്ക് ഇപ്പം ടീച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യുമെങ്കിലും ഇത് ശരിക്കും ഈ ഒരു സ്കെഡ്യൂളിങ് വരേണ്ടത് സ്റ്റാർട്ടിങ്ങിലാണ്, കോളേജ് അല്ല. മുമ്പ് സ്കൂളിൽ നിന്ന് തന്നെ, വീട്ടിൽ നിന്ന് തന്നെ ഒരു സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഇതാണല്ലോ. സ്കൂൾ ലൈഫിലെ ടീച്ചേഴ്സിനും റോള് വേണം, ഉണ്ടാവണം ആക്ച്വലി. അസിൻ ഇപ്പൊ നമ്മള് ഹാബിറ്റ്സ് വേഗം ബിൽഡ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം എണീക്കുന്ന ടൈം എപ്പോ ഇതായാലും, ഇപ്പൊ നമ്മളിപ്പം ഞാനിപ്പോ എണീക്കുന്ന ടൈമൊക്കെ വെച്ച് നോക്കിയാൽ അതുകൊണ്ടാണ് മെയിൻ റീസൺ. ഇപ്പൊ എണീച്ച് വരുമ്പോൾ തന്നെ ഒരു ടൈം ആവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത് തീർക്കാനുള്ള ഒരു ഇതില്ല. കിടക്കാനാവുമ്പോൾ ലേറ്റ് ആവുമ്പോൾ ഇങ്ങനെ ആ ഒരു ടയർഡ്നെസ് എന്തായാലും വരും. 8 hours സ്ലീപ്പ് കിട്ടുന്നുണ്ടെങ്കിലും ഇറ്റ് ഇസ് നോട്ട് ഒരു റെഗുലർ ആയിട്ടായിരിക്കൂല, കുറവായിരിക്കും, സ്ലീപ്പിൻ്റെതും കുറവായിരിക്കും. എന്നാൽ ഫുൾ ആയിട്ട് ഇറഗുലർ ആവുമ്പോൾ എന്തായാലും ഒരു ഹോൾ ഡേ എഫക്ട് ആവും. പക്ഷെ ദാറ്റ് ഷുഡ് ബി ബിൽഡ് ആദ്യം തന്നെ. ഇപ്പം എൻ്റെ ഉമ്മ കുറെയൊക്കെ അങ്ങനെ നോക്കാറുണ്ട്. ആസ് ഇൻ വീക്കെൻഡ് ആണെങ്കിലും ഒരു ടൈം കഴിഞ്ഞിട്ട് ഷിൽ വേക്ക് അപ്പ്, എന്നിട്ട് എന്തെങ്കിലും പുറത്തു പോകുന്നതാണെങ്കിലോ എന്ത് ചെയ്യുന്നതാണെങ്കിലും അങ്ങനത്തെ ഒരു ഇതിൽ ഫസ്റ്റേ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നല്ലൊരു ഹാബിറ്റ് ആണ് അത്. കുട്ടികൾക്ക് നമ്മളൊരു സ്ലീപ്പ് ടൈം ആൻഡ് വേക്കപ്പ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക ചെറുതിലേ എന്ന് പറയുന്നത് നല്ലൊരു ശീലമാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് അപ്പൊ ഒരു സ്കെഡ്യൂളിങ്ങിന് ഒരു ഹെൽപ്പ് കിട്ടിയ ഫ്രം ദ പേരൻസ് സൈഡ് ആൻഡ് ഫ്രം ദ ടീച്ചേഴ്സ് സൈഡ്? ദാറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ. അതല്ലാതെ വാട്ട് ആർ ദി അതർ തിങ്സ് ദാറ്റ് ആർ നീഡഡ്? എന്താ വേറെ സ്ട്രെസ്സിങ് ഫാക്ടേഴ്സ്? ഇപ്പം ബോഡി ഇമേജ് പ്രോബ്ലംസ് ആണ്. അതിപ്പം എസ്പെഷ്യലി എൻ്റെ കോളേജില് ഗേൾസ് കോളേജ് ആണ് ഫുള്ള്. എല്ലാവരും രാവിലെ ഭയങ്കര ഒരു ഡ്രസ്സിങ് ആയാലും എന്തിതിലും ഇപ്പൊ ഒരു ഇറ്റ് ഈസ് ഓൾവേസ് ടു ലുക്ക് ഗുഡ്, ഹെൽത്തി ആവണം എന്നുള്ളത് ഓൾറെഡി പോയി, ദാറ്റ് ഇസ് ഇപ്പം ഇല്ല. അപ്പം ഇറ്റ് ഈസ് ഓൾവേസ് കാലറീസ് ആണ്. സ്ലിം ആൻഡ് ലുക്കിംഗ് ഗുഡ്. സ്ലിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്സ് ഗുഡ് എന്നാണ് ഇപ്പൊ എല്ലാവർക്കും. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനെ നോക്കിയാൽ ഒരു ഡ്രിങ്കില് ഇഫ് ദർ ഇസ് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് കാലറി കൂടുതലാണെങ്കിൽ ദേ വോണ്ട് ഡ്രിങ്ക് ഇറ്റ്. അത്രക്കും വേണമെന്ന് വിചാരിച്ച് വാങ്ങിച്ചായിരിക്കും. പക്ഷെ ക്ലാസ്സിലെത്തി കാലറീസ് ചെക്ക് ചെയ്താൽ ഇത് കൂടുതലാ, ഓ എനിക്ക് വേണ്ട, നിങ്ങൾ വേറെ ആരും കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. വർക്ക്ഔട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടോ? ബിക്കോസ് ഉണ്ട്. ഓ വർക്ക്ഔട്ട് ഇപ്പം വർക്ക്ഔട്ട് അങ്ങനെ നോക്കിയാൽ ഇറ്റ് ഈസ് നൈസ്. അത് എപ്പോഴും ഈ ഒരു സ്ലിം ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ, ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനേ അല്ല. അപ്പം ആ ഒരു സ്ലിം ഇതിൽ പോകണം എല്ലാം. ഇപ്പൊ നമ്മളൊരു പോസ്റ്റ് ഉണ്ട്, ലൈക്ക് ഭയങ്കര പ്രിറ്റി ഗേൾ, ഓ ഐ വോണ്ട് ലുക്ക് ലൈക്ക് ഹെർ, എനിക്കിതൊന്നും ഇല്ല, എൻ്റെ ബോഡി അത്ര രസമില്ല, എന്തൊരു ഇത് വന്നിട്ട് ദർ ഇസ് ഓൾവേസ് ആ ഒരു
ഇതും കൂടെ വരുന്നു. ഫ്രം ദ പിയേഴ്സ് ആൻഡ് ഓൾസോ ഫ്രം സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഓൾസോ പ്ലേസ് എ റിയലി ബിഗ് റോൾ. അതിപ്പം ഒരു ലൈഫ് ഇപ്പം നമുക്ക് കോളേജിന്റെ ഇടയിൽ വി ആർ ഹാവിംഗ് ദിസ് സ്ട്രെസ്ഫുൾ ലൈഫ്, ദെൻ കോളേജിൽ തന്നെ പഠിക്കുന്ന വേറൊരു ഫ്രണ്ട്, ഷീസ് ഹാവിംഗ് ഫൺ, ഫുൾ ട്രിപ്സ് ആണ്, പോയി എന്റെ ലൈഫ് ഒന്നിനും കൊള്ളൂല എന്നുള്ളൊരു ഇതായി. വാട്ട് ഇസ് ഏജ് ദാറ്റ് യു തിങ്ക് ഒരു കുട്ടിക്ക് സോഷ്യൽ മീഡിയയിലോട്ട് വരാൻ ഏതായിരിക്കും ഒരു ആപ്റ്റ് ഏജ് എന്നാ ജെസ്സിക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 15 ആണെന്ന് തോന്നുന്നു. ആസ് ഇൻ 13 ആണ് ഇപ്പം. ഐ തിങ്ക് ഇൻസ്റ്റഗ്രാമിന്റെ ഏജ് 13 ആണെങ്കിലും ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഏത് സോഷ്യൽ മീഡിയയിലും വരുന്ന ഒരു കണ്ടന്റിന് ഒരു ഇതില്ല, ലൈക്ക് ഒരു ലിമിറ്റും ഇല്ല, ഓൾ കൈൻഡ്സ് ഓഫ് കണ്ടന്റ് ഉണ്ട്. അപ്പം ആദ്യത്തെ ഒരു ആസ് ഇൻ ഒരു ദേ ഷുഡ് ബി ഒരു മെന്റൽ ഇത് വേണം, ഒരു മെന്റൽ ഏജ് എത്തിയാലേ അവർക്ക് എന്താ നല്ലതും ചീത്തയെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആദ്യം തന്നെ മെച്ചൂരിറ്റി, അതെ, ഇപ്പം ആദ്യം തന്നെ അവര് എക്സ്പോസ് ആവുന്ന ഇങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ ദേ ഡോണ്ട് നോ ദാറ്റ് ഇറ്റ് ഇസ് റോങ്. ആസ് ഇൻ പേരൻസ് കാണുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുമായിരിക്കും, പക്ഷെ അത് സോഷ്യൽ മീഡിയ ഇപ്പൊ എപ്പോഴും പേരൻസ് മോണിറ്റർ ചെയ്യണം എന്നുള്ളതില്ല. അപ്പം ആ ഒരു മെന്റൽ മെച്ചൂരിറ്റി വന്നു കഴിഞ്ഞാലേ സോഷ്യൽ മീഡിയയിലേക്ക് എക്സ്പോഷർ വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ദാറ്റ് ഇസ് നോർമൽ, ദാറ്റ് ഇസ് ഓക്കെ എന്നുള്ളൊരു ഇതിലാണ് അവർ പോവുക. ഇപ്പൊ വളരെ ചെറുതിലെ തന്നെ കുട്ടികൾക്ക് ടാബും ഫോണും സോഷ്യൽ മീഡിയ ഒക്കെ എക്സ്പോസ്ഡ് ആവുന്നതുകൊണ്ട് ചെറിയൊരു പ്രായത്തിൽ ചിലപ്പോൾ വേറൊരു കുട്ടിക്ക് കിട്ടുന്ന ഒരു ടോയ് വെച്ചിട്ടായിരിക്കും അവർ ആസ്പയർ ചെയ്ത് അവരെ പോലെ ആകണം എന്നുള്ളൊരു തോന്നൽ. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ആസ് ദേ ഗ്രോ ഇതുപോലെ ബോഡി ഇമേജ് ഇഷ്യൂസ്, അതുപോലെ ബാക്കിയുള്ളവർക്കുള്ള പൊസഷൻസ്, മെറ്റീരിയൽ തിങ്സ് വെച്ചിട്ടൊക്കെ ഉള്ള ആ ഒരു കമ്പാരിസൺ റിയലി ഡ്രെയിൻസ് ദം. അപ്പൊ ഇത് നമ്മൾ ആസ് പേരൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റൈറ്റ് ഏജ് ആണോ നമ്മൾ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിലേക്ക് എക്സ്പോസ് ചെയ്യിക്കുന്നത് എന്നുള്ളത് നമ്മളിലുള്ള ഒരു കൺട്രോൾ ആണ്. അപ്പൊ ജെസ പറഞ്ഞ ഈ പോയിന്റ്സ് ഒക്കെ ഭയങ്കര വാല്യുബിൾ ആയിരുന്നു. എസ്പെഷ്യലി ആസ് പേരൻസ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ റൈറ്റ് ആയിട്ട് നമ്മൾ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എടുക്കാൻ പറ്റുന്ന കുറെ സ്റ്റെപ്സ് ഉണ്ട്. ഇതിനെപ്പറ്റി അടുത്തൊരു ഡിസ്കഷനും കമ്മിങ് അപ്പ് ആണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ജെസ ഫോർ കമ്മിങ് ഇൻ. താങ്ക് യു.